തറയിലിരുന്നെങ്കിലും പഠിക്കാം, ആ മാമന്റെ ജീവൻ ആദ്യം രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ ഒരു ഒന്നാം ക്ലാസ്സുകാരന്റെ ചെറിയ മനസ്സ് തുറക്കപ്പെട്ടത് പ്രതീക്ഷകളുടെ ഒരു പുത്തൻ ലോകത്തേക്കാണ്. പട്ടാഴി പന്തപ്ലാവിൽ സത്യകാമന്റെയും ദീപയുടെയും മകൻ ആദി തന്റെ വഞ്ചിക്കുടുക്കിൽ സ്വരൂപിച്ച തുക ഇരുവൃക്കകളും തകരാറിലായി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന അഷ്റഫ് മാലൂരാന്റെ ചികിത്സാ സഹായനിധിയിലേക്ക് കൈമാറുമ്പോൾ ആ കൊച്ചുകുഞ്ഞിലെ വലിയ മനസ്സ് കാണാതെ പറ്റില്ല. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പത്തനാപുരത്തുകാര് ഒരു വ്യക്തിയുടെ ചികിത്സ സഹായ ഫണ്ട് സ്വരൂപണത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മേഖലകളിൽ എല്ലാ രീതിയിലും എന്നോടൊപ്പം ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് സത്യകാമൻ, ഇന്ന് അദ്ദേഹം കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണാനന്തര കർമ്മത്തിൽ പങ്കെടുക്കുകയാണ്. പുള്ളിയുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പുള്ളിയുടെ മകൻ ഇത് കേട്ടിട്ട്, ഒരു 4.5 വയസ്സുള്ള ആദികേശ് പറഞ്ഞു, എനിക്ക് ഇരുന്ന് പഠിക്കാൻ ഒരു ടേബിൾ മേടിക്കാൻ പൈസ ഞാൻ സ്വരൂപിക്കുന്നുണ്ട്, ആ വഞ്ചിപ്പെട്ടി തരാമെന്നും. സത്യത്തിൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെയൊക്കെ ബ്ലൈൻഡായിപ്പോയി എന്നുള്ള, സ്തബ്ധരായിപ്പോയി. ഞാനെന്നാ വിചാരിച്ചു അതൊരു മാധ്യമങ്ങൾ അറിയണം എന്ന് വിചാരിച്ചാണ് ഈ ഒരു കർത്തവ്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങിയത്. അഷ്റഫ് മാലൂരാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അയൽവാസിയും എൻ്റെ ഒരു കൊച്ചനുജനാണവൻ. അവൻ്റെ ചികിത്സാ സഹായ ഫണ്ടാണ് ഇതിപ്പോൾ നമ്മുടെ ഈ ഏരിയയിലുള്ള മിസ്റ്റർ മണിയുടെ കയ്യിലേക്ക് പാസ് ചെയ്യുകയാണ്. കുഞ്ഞിന് പഠിക്കാനിരിക്കാൻ ഒരു കസേര സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഒരു വഞ്ചിപ്പെട്ടി തയ്യാറാക്കി അതിനകത്ത് സ്വല്പം പൈസകൾ ശരിയാക്കി വെച്ചിരുന്നു. അത് ഈ ചികിത്സാ സഹായത്തിന്റെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ആശുപത്രി ചെലവിന് വേണ്ടി തരാമെന്ന് പറഞ്ഞ് ഈ കുഞ്ഞു മനസ്സെന്നൊക്കെ വെച്ചാൽ നമുക്ക് വലിയ മാതൃകയാണ് ഇന്നത്തെ കാലത്ത്. ഇവരൊക്കെ വളർന്ന് വളരെ വലുതായി ഇവർക്കൊക്കെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് നേർന്നുകൊണ്ട്, അതുപോലെ പൊതുസമൂഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കഴിവതും ഒരു സഹായങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായം ചെയ്ത് അയാളുടെ ജീവൻ നിലനിർത്തി ഒരു കുടുംബം നയിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ടാവണമെന്ന് മാത്രം ഇപ്പോൾ അഭ്യർത്ഥിച്ചുകൊണ്ടു. ടേബിൾ അങ്ങോട്ട് വാങ്ങിക്കാൻ വേണ്ടി സ്വരൂപിച്ചിരുന്ന ആ പൈസയാണ് ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി തന്നത് ആ കുഞ്ഞു മനസ്സ്. അതുപോലെ പല മേഖലകളിലും പൈസകൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന, നൽകാൻ കഴിയുന്ന പല വ്യക്തികളുമുണ്ട്. അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് എത്രയും പെട്ടെന്ന് ഫണ്ടുകൾ നൽകാൻ കഴിയുന്നവർ എല്ലാ നിലയിലും അദ്ദേഹം സഹായിക്കണം. അതുപോലെ രാഷ്ട്രീയം, അതുപോലെ മതം, അതെല്ലാം മറന്ന് എല്ലാവരും ഒന്നിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒന്നിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുന്നു പഠിക്കാനൊരു മേശ വാങ്ങണമെന്ന ആഗ്രഹത്തോടെയാണ് ആദി നാണയത്തുട്ടുകൾ കുടുക്കയിലാക്കി തുടങ്ങിയത്. ഇതിനിടെയാണ് തൻ്റെ വീട്ടിലെത്തിയ ഒരു മാമൻ അഷ്റഫിൻ്റെ കാര്യം വീട്ടുകാരോട് പറയുന്നത്. അത് കേട്ടിരുന്ന ആദിയുടെ കണ്ണു നിറഞ്ഞതും മനസ്സലിഞ്ഞതും അങ്ങനെയായിരുന്നു. ആദി തൻ്റെ ആഗ്രഹം വീട്ടുകാരോട് പങ്കുവച്ചു. സാരമില്ല, ആദ്യം മാമൻ്റെ ചികിത്സ നടക്കട്ടെ, മേശ പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഹൃദയസ്പർശിയായ ആ വാക്കുകളിൽ നിഴലിച്ചത് ഭാവിയുടെ കരുതൽ കൂടിയായിരുന്നു. പ്രതീക്ഷകൾക്ക് നാമ്പ് മുളയ്ക്കുമ്പോഴാണല്ലോ നാം എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കുന്നത്. ആ കരുതൽ തൻ്റെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും മാത്രമല്ല, സമൂഹത്തിൽ ഇങ്ങനെ ചില ചേർത്തുപിടിക്കലിനും ഉപകാരപ്പെടാറുണ്ട്. ഇത് കനിവാണ്. ആരുടെയും പ്രേരണയോടെയല്ലാതെ മുന്നോട്ട് വന്ന ആദി എന്ന 5 വയസ്സുകാരൻ്റെ വിശാല മനസ്കത. നൽകാം ഈ കൊച്ചുമിടുക്കനും ഹൃദയത്തിൽ നിന്നുമൊരു വലിയ സല്യൂട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.